പതിവ് പോലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേ ഭയങ്കര സങ്കടം തോന്നിയൊരു കാഴ്ചയാണ്. ഈ റെയിൽവേ സ്റ്റേഷനോളം പഴക്കം വരും ഈ മരത്തിന്. എനിക്കൊന്ന് ഒരു 100-200-300 കൊല്ലം പഴക്കമുള്ള ഈ ഒരു മരം വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ടായിരിക്കും ഇത് റോഡിലോ മറ്റോ എവിടെ ഒരു തടസ്സമില്ലാതെ ഇങ്ങോട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ആയിരക്കണക്കിന് പക്ഷികൾ വൈകിട്ട് കൂടണയുന്ന ഒരു മരം കൂടിയാണത്. അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ മരം വെട്ടിയിട്ടുള്ളത്. ഇത് റോഡിനോ മറ്റൊന്നും ശല്യമില്ലാതെ ഈ സൈഡിൽ ഇവിടെ അത്രയും തണൽ വിരിക്കുന്ന ഒരു മരമാണ്. ഈ ഒരു മരമാണ് ഇവർ വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. എന്ത് വികസനത്തിൻ്റെ പേരിലായാലും ശരി, ഇത്രയും തണൽ തരുന്ന ഈ ഒരു മരം, അതും ഇവിടെ എന്തിനാ പറയുക, പ്രകൃതിനൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇതിൽ ആയിരക്കണക്കിന് പക്ഷികൾ വന്നിട്ട് വൈകിട്ട് കൂടണയുന്ന ഒരു മരമായിരുന്നു. അതിനൊക്കെ വെട്ടി അവർ ആവാസ വ്യവസ്ഥക്കൊക്കെ കോട്ടം വരുത്തിക്കൊണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ദുബായിലെ കിരീടാവകാശി ഒരിക്കൽ അദ്ദേഹത്തിന് വണ്ടി എടുക്കാനായിട്ട് വന്നപ്പോൾ മെർസിഡസ് ബെൻസ് അതിലൊരു കിളി കൂട്ടിയതിൻ്റെ പേരിൽ തന്നെ ആ വണ്ടി കുറേ കാലം നിർത്തി ഇട്ട്